ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്താണ്, റെഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമർ. ഓക്കെ, ഗ്രാമർ റൂൾസ് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഗ്രാമർ റൂൾ ആണിത്. ഇനി ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് അല്ലെങ്കിൽ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ സ്ട്രിംഗ്, ഈ സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താണ്, അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ വെച്ചിട്ട് ഈ ഒരു സ്ട്രിംഗ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഫൈനലി നോക്കുന്നത്. ഓക്കെ, നമ്മുടെ പാഴ്സർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. സോ നമുക്ക് നോക്കാം. സോ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗിൽ നമ്മൾ ആദ്യം എന്താ, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, അങ്ങനെ രണ്ട് ഓപ്പറേഷൻസ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗിൽ നമുക്കൊരു സ്റ്റാക്ക് ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ സ്റ്റാക്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഡോളർ സിമ്പിൾ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ ഡോളർ സിമ്പിൾ കൊടുക്കണം. അതായത് ഇൻപുട്ടിന്റെ ലാസ്റ്റ് നമ്മൾ, അതായത് ഇത് കാണുമ്പോഴത്തേന് ഇവിടെ ഇൻപുട്ട് ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻപുട്ട് അവിടെ വരെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ടെർമിനേഷൻ പോയിന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഡോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റാക്കിലേക്ക് ഞാൻ ഡോളർ പുഷ് ചെയ്തു, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പം ഓൾറെഡി സ്റ്റാക്കിൽ നോക്കാം, ഓൾറെഡി നമുക്ക് സ്റ്റാക്കിൽ ഡോളർ ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ? ഷിഫ്റ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻപുട്ട് സിമ്പിളിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം എന്താ നമ്മുടെ ആദ്യത്തെ ഇൻപുട്ട് സിമ്പിൾ ഏതാ, ഐ ഡി അല്ലെ? അപ്പൊ ഞാൻ ഐ ഡിയെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഐ ഡിയെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇൻപുട്ട് ഈ ബാക്കി എന്തുണ്ട്, പ്ലസ് ഐ ഡി, പ്ലസ് ഐ ഡി, പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ട്, പിന്നെ ഒരു ഐ ഡി ഉണ്ട്, പിന്നെ ഒരു ഡോളർ ഉണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്കിയുള്ള സിമ്പിൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത ഓപ്പറേഷൻ എന്താണ്, ഞാൻ ചെയ്തത് ഷിഫ്റ്റിംഗ് ആണ് അല്ലെ? അതായത് ഐ ഡിയെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ് ചെയ്തത് അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ ഷിഫ്റ്റ് എന്ന് നമ്മൾ എഴുതുക. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യുക. ഇനി ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ നോക്കണ്ടേ, നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഹാൻഡിൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഐ ഡി എന്നുള്ളത് ഹാൻഡിൽ ആണെന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ? അതെങ്ങനെ ചെക്ക് ചെയ്യുക, ഐ ഡി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഐ ഡി എന്ന് പറയുന്ന ഒരു ടെർമിനൽ സിമ്പിൾ ആണ്. ഈ ടെർമിനൽ സിമ്പിളിനെ വേറൊരു ഇതിന്റെ നോൺ ടെർമിനൽ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഗ്രാമർ, അപ്പൊ അവിടാണ് നമ്മുടെ ഗ്രാമറിന്റെ പ്രസക്തി വരുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാമറിലേക്ക് വാ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇ ടെൻസ് ടു ഐ ഡി എന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, ഐ ഡിയെ നമുക്ക് ഇ വെച്ചിട്ട് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, ഹാൻഡിൽ ആണ് അല്ലെ? ഒരു ടെർമിനൽ ഹാൻഡിൽ ആണോ അല്ലയോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ? അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോൺ ടെർമിനൽ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ടെർമിനൽ സിമ്പിൾ എന്ന് പറയുന്നത് ഹാൻഡിൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഐ ഡി എന്ന് പറയുന്നത് നമുക്ക് ഈ വെച്ച് റീപ്ലേസ് ചെയ്യാം, കാരണം അങ്ങനെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക, അപ്പൊ ഞാൻ ഈ ഐ ഡി എന്ത് ചെയ്തു, ഐ ഡി അപ്പൊ ഹാൻഡിൽ ആണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഐ ഡി എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്ത് ഇ ആക്കി, ക്യാപിറ്റൽ ലെറ്റർ ഇ ആക്കി. കണ്ടോ, അപ്പൊ ഡോളർ ഉണ്ട് ഓൾറെഡി, ഇനി ഇ ആക്കി. അപ്പം ബാക്കി എന്തുണ്ട്, നമ്മുടെ ഇൻപുട്ടിൽ പഴയ പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല അല്ലെ? പ്ലസ് ഐ ഡി സ്റ്റാർ, പിന്നെന്തുണ്ട്, ഐ ഡി ഡോളർ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇൻപുട്ടിനകത്തുള്ളത് അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ ഞാൻ ചെയ്തതിനെ ഇവിടെ ഈ ഐഡിയ ഞാൻ ഈ വെച്ച് റീപ്ലേസ് ചെയ്തു അല്ലെ? അപ്പൊ അതിനെ നമുക്ക് റിഡക്ഷൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാം അല്ലെ? ഇതാണല്ലോ റിഡക്ഷൻ അല്ലെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, റെഡ്യൂസ്. ഓക്കെ, അപ്പൊ ഞാൻ റെഡ്യൂസ് ചെയ്തു അല്ലെ? റെഡ്യൂസ് ചെയ്ത ആക്ഷൻ ആണ് ഞാൻ ഇവിടെ ചെയ്തത്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, ഇനി ഞാൻ അടുത്ത സിമ്പിളിനെ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഇൻപുട്ടിനകത്ത് എന്താ ഉള്ളത്, പ്ലസ്, അതിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം അല്ലെ? അപ്പൊ ഞാൻ ഡോളർ കൊടുത്തു, ഇ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, പ്ലസിനെ ഞാൻ പുഷ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേനും എന്താ, ഇവിടെ ബാക്കി എന്തുണ്ട്, ബാക്കി നമുക്ക് ഐ ഡി ഉണ്ട് അല്ലെ? പ്ലസ് പുഷ് ചെയ്തപ്പോൾ ഐ ഡി ഉണ്ട്, ഐ ഡി ഇൻറ്റു ഐ ഡി ഡോളർ ഉണ്ട് അല്ലെ? ഐ ഡി ഇൻറ്റു ഐ ഡി ഡോളർ ആണ് നമ്മുടെ ഇൻപുട്ടിലുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത ഓപ്പറേഷൻ എന്താ, ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ആണ്, ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു ഞാൻ ചെയ്തത് അല്ലെ? ഇനി നോക്കിയേ, ഈ പ്ലസ് എന്ന് പറയുന്നത് ഹാൻഡിൽ ആണോ, പ്ലസ് എന്ന് പറയുന്നത് ഹാൻഡിൽ അല്ല അല്ലെ? പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, അതായത് നോക്കിയേ, ഇപ്പൊ ഈ പ്ലസ് വെച്ചിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്ലസ് മാത്രമായിട്ടൊന്നും വരുന്നില്ല. പ്ലസ് വെച്ചിട്ട് അതിനെ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് ഹാൻഡിൽ അല്ല.
വീണ്ടും വീണ്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യണം, അടുത്ത ഇൻപുട്ടിനെ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം അല്ലെ, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അപ്പം ഡോളർ ഈ പ്ലസ് പിന്നെന്തുണ്ട്, ഐ ഡി. അടുത്ത നെക്സ്റ്റ് നമുക്ക് ഐ ഡി ആണ് വരുന്നത്, ഈ ഐ ഡി അല്ലെ. ഈ ഐ ഡിയെ ഞാൻ ഇങ്ങോട്ട് പുഷ് ചെയ്യാണ് ചെയ്തത്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. കണ്ടോ? അപ്പൊ ബാക്കി എന്തുണ്ട് നമുക്ക് ഇൻപുട്ടിനകത്ത് ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ട്, ഒരു ഐ ഡി ഉണ്ട്, പിന്നെ നമ്മുടെ ഡോളർ സിമ്പിൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തത്, ഞാനിവിടെ ചെയ്തത് ഷിഫ്റ്റ് ആണ് അല്ലെ, ഷിഫ്റ്റ് ആണ് ഞാൻ ചെയ്തത്. അതായത് ഐ ഡിയെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നോക്കുക, ഇ പ്ലസ് ഐ ഡി എന്നുള്ളത് എന്താണ്, ഇനി നോക്കുക ഞാൻ ഈ ഷിഫ്റ്റ് ചെയ്ത സംഭവം ഈ ഐ ഡി എന്നുള്ളത് എന്താ, ഹാൻഡിലാണ് അല്ലെ. ഓൾറെഡി ഐ ഡി ഹാൻഡിലാന്ന് നമുക്ക് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ നമുക്ക് ഈ ഐ ഡിയെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, ഈ വെച്ച് തന്നെ, ക്യാപിറ്റൽ ലെറ്റർ ഈ വെച്ച് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, എങ്ങനെയായിരിക്കും നമ്മുടെ ഇ പ്ലസ് ഇ എന്ന് വരും അല്ലെ, ഇ പ്ലസ് ഇ, അതായത് ഡോളർ വരും, ഇ പ്ലസ് ഇ വരും അല്ലെ. നമുക്ക് എഴുതാം. അപ്പൊ എന്താണ് നമ്മുടെ ഇൻപുട്ടായിട്ട് വരുന്നത്, നമ്മുടെ സ്റ്റാക്കിനകത്ത് എന്തൊക്കെ വരും, ഡോളർ വന്നു, ഇ പ്ലസ്, പിന്നെ മറ്റേ ഐ ഡിയെ ഞാൻ എന്ത് ചെയ്തു, ഈ വെച്ച് റെഡ്യൂസ് ചെയ്തു അല്ലെ. അപ്പൊ ഇ പ്ലസ് ഇ എന്ന് വന്നു അല്ലെ, ഇ പ്ലസ് ഇ. അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മുടെ ഇൻപുട്ട് സിമ്പിളിനകത്ത് എന്തുണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ട്, പിന്നെ ഒരു ഐ ഡി ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു ഡോളർ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇൻപുട്ടിനകത്തുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത എന്താ ആക്ഷൻ, എന്താ, റെഡ്യൂസ് ചെയ്യുക ചെയ്തത് അല്ലെ. അപ്പൊ റെഡ്യൂസ്, അപ്പൊ ഞാൻ റെഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം അല്ലെ. അപ്പൊ ഡോളർ ഇ ഉണ്ട്, ഇ പ്ലസ് ഇ നമുക്ക് ഓൾറെഡി ഇതിനകത്തുണ്ട്, ഇ പ്ലസ് ഇ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിനെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു അല്ലെ. ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ബാക്കി എന്തുണ്ട് എനിക്ക്, ഇവിടെ ഐ ഡി ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഡോളറും ഉണ്ട് എന്റെ ഇൻപുട്ട് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്താ ഓപ്പറേഷൻ ചെയ്തത്, ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ് അല്ലെ. ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഓക്കെ, ഇനി നോക്കുക, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇത് ഹാൻഡിൽ അല്ല, ഇത്രയും എന്ന് പറയുന്നത് ഹാൻഡിൽ അല്ല, അത് ഇതിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ച് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഐഡിയ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ഇൻപുട്ടിനകത്ത് ഐഡിയയും കൂടെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഡോളർ ഇ പ്ലസ് ഇ, പിന്നെ ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ട്, പിന്നെ എന്തുണ്ട്, നമ്മുടെ ഐ ഡി ഉണ്ട്. കണ്ടോ? അപ്പൊ ഈ ഐഡിയെ ഞാൻ എന്ത് ചെയ്തു, ഈ ഐഡിയെ ഞാൻ ഇങ്ങോട്ട് പുഷ് ചെയ്തു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ബാക്കി എന്തുണ്ട്, മിച്ചം ബാക്കി എന്തുണ്ട്, ഡോളർ മാത്രം ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ഓപ്പറേഷനാണ് ചെയ്തത്, ഞാനിവിടെ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ആണ് ചെയ്തത്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണ് ചെയ്തത്. ഇനി നോക്കിയേ, നമ്മുടെ ഈ ഐ ഡി എന്ന് പറഞ്ഞ എന്താണ്, ഹാൻഡിലാണ് അല്ലെ, ഹാൻഡിലാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഐഡിയ നമുക്ക് ഈ വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യാം. സോ ഡോളർ ഇ പ്ലസ് ഇ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിള്, പിന്നെ എന്ത് ചെയ്തു, ഈ ഐഡിയ ഞാൻ ഈ വെച്ച് റീപ്ലേസ് ചെയ്തു. ബാക്കി എന്തുണ്ട്, ഇൻപുട്ടിനകത്ത് ഡോളർ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തത്, റെഡ്യൂസ് അല്ലെ, റിഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് ചെയ്തത്. അപ്പം റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നോക്കിയേ, ഇനി നമുക്ക് സ്റ്റാക്കിനകത്ത് നോക്കുമ്പോഴത്തേക്കിനും എന്താണ്, ഇനി എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഇനി നമ്മുടെ ഇൻപുട്ട് തീർന്നു പോയി അല്ലെ. കാരണം ഇതിനകത്ത് ഡോളർ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇൻപുട്ടിന്റെ ലെങ്ത് ഇൻപുട്ടും തീർന്നു പോയി. അപ്പൊ ഇനി സ്റ്റാക്കിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും എന്താ, ടോപ്പിലുള്ളത് ആരൊക്കെയാണ്, ടോപ്പിൽ ഒരു ഇ കിടപ്പുണ്ട് അല്ലെ. പക്ഷെ ഇയെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഈ വെച്ചിട്ടുള്ള ഈ ലെഫ്റ്റിലേ വരുള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ വന്നിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഇല്ല അല്ലെ. അങ്ങനെ ഒരു ഇ എന്നുള്ള പ്രൊഡക്ഷൻ ഇല്ല, ഉണ്ട്, പക്ഷെ അത് ബ്രാക്കറ്റിലുള്ള ഒരു ഇ ആണ്. ഈ സെക്കൻഡ് പ്രൊഡക്ഷൻ കണ്ടോ, ഇത് ബ്രാക്കറ്റിലുള്ള ഇ ആണ്. അപ്പൊ വെറും ഇ അല്ല, അതുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഇനി നോക്കിക്കേ, ഇനി ഈ ലാസ്റ്റ് ഇ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കിയേ, ഇ ഇൻറ്റു ഇ ഒരുമിച്ച് എടുത്ത് നോക്കിയേ, ഈ ഇ ഇൻറ്റു ഇനെ നമുക്ക് എങ്ങനെയെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ വല്ല പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നോക്കിയാലേ നമുക്ക് മനസ്സിലാകും. കണ്ടോ, ഇ ഇൻറ്റു ഇയെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടാമത്തെ പ്രൊഡക്ഷൻ കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇ ഇൻറ്റു ഇയെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഇ ആയിട്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സംഭവത്തിന് ലെഫ്റ്റിലെ ഇത് വെച്ചിട്ട് നമുക്ക് ടെർമിനൽ വെച്ചിട്ട് നമുക്ക് നോൺ ടെർമിനൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ ഇ എന്ന് മാറ്റി എഴുതാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് ഡോളർ വന്നു അല്ലെ, ഡോളർ വന്നു, ഇ വന്നു, പ്ലസ് വന്നു. ഇനി ഇ ഇൻറ്റു ഇനെ നമുക്ക് ഈ വെച്ച് റീപ്ലേസ് ചെയ്യാം, കാരണം അങ്ങനെ ഒരു പ്രൊഡക്ഷൻ റൂൾ നമുക്കുണ്ട് അല്ലെ. ബാക്കി എന്തുണ്ട്, ബാക്കി ഇവിടെ ഡോളർ തന്നെ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, ഇവിടെ റെഡ്യൂസ് തന്നെ ചെയ്തത് അല്ലെ, റിഡക്ഷൻ അല്ലേ നമ്മൾ ചെയ്തത്, റെഡ്യൂസ് ചെയ്തു. ഇനി നോക്കിയേ, ഇനി എന്താ ലാസ്റ്റ്, ഇവിടെ ഇ പ്ലസ് ഇ ആണ്. ഇ പ്ലസ് ഇയെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, അതിനെ നമുക്ക് ഈ വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യാം, കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷൻ റൂൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കണ്ടോ, ഇ പ്ലസ് ഇ, റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇ പ്ലസ് ഇ, അതിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ പറയുന്ന നോൺ ടെർമിനൽ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ വെച്ച് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഇതിനെ നമുക്ക് ഇ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യാം, ഇ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാക്കിൽ എന്തുണ്ടായിരിക്കും, നമ്മുടെ സ്റ്റാക്കിൽ ഡോളറും വരും, പിന്നെ എന്ത് വരും, ഇയും വരും അല്ലെ. ഇനി ഇവിടെ നമ്മുടെ ഇൻപുട്ട് സിമ്പലിൽ എന്താ ഉള്ളത്, ഡോളർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്ത ഓപ്പറേഷൻ എന്താണ്, റിഡക്ഷൻ ആണ് അല്ലെ. അപ്പൊ റെഡ്യൂസ് എന്ന് എഴുതാം കേട്ടോ. ഇനി നോക്കി, ഇനി ഈ നമ്മുടെ സ്റ്റാക്കിന് ഇനിയിപ്പോ എന്താ കിടക്കുന്നത്, നമ്മുടെ സ്റ്റാക്കിലാണ് കിടക്കുന്നത് എന്താണ്, ഇ ആണ്. ഇ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ ആണ് അല്ലെ. ഈ നമ്മുടെ സ്റ്റാർട്ട്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിൽ എത്തി, അതായത് നമ്മുടെ സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ തിരിച്ച് എവിടെ എത്തി, നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിലേക്ക് എത്തി. അതാണല്ലോ ബോട്ടം അപ്പ് പാസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബോട്ടം അപ്പ് പാസർ ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് ബാക്കി എന്തുണ്ട്, നമുക്ക് ഇവിടെ ഡോളറും ഇയും ആണുള്ളത്, പിന്നെ എന്താണ് ഇവിടെ എന്താണ്, ഡോളറും ആണുള്ളത് അല്ലെ. ഇ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ തന്നെയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിലേക്ക് തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെ. നമുക്ക് ആ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അതായത് ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ള അതിനെ ഈ പാഴ്സർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ എന്ന് പറയുന്നത്. സിമ്പിൾ സാധനമാണ് അല്ലെ. ഷിഫ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഹാൻഡിൽ ആണെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അടുത്തതിനെ ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് ഹാൻഡിലാണോ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഫൈനലി നമ്മൾ എവിടെ എത്തണം, സ്റ്റാർട്ട് സിമ്പിളിൽ എത്തണം. നമുക്ക് എന്ന ഗ്രാമറിനകത്ത് ഏതാണോ സ്റ്റാർട്ട് സിമ്പിൾ, ആ സ്റ്റാർട്ട് സിമ്പിൾ വേണം വരാൻ. ഓക്കെ, കാരണം ഇവിടെ ഇ ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ അല്ലെ. നമുക്ക് തന്ന ക്വസ്റ്റിനകത്ത് നോക്കുവാണെങ്കിൽ എന്താ, ഇ ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ അല്ലെ. ഇ അല്ലേ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റാർട്ട് സിമ്പിളിൽ എത്തണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് എന്ന് പറയുന്നത്. അപ്പോ ബാക്കി പാഴ്സേഴ്സ് ഒക്കെ നമ്മൾ ഇനി ബോട്ടം പാഴ്സേഴ്സ് ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക്